ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനൂപ് നിങ്ങളുടെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ മകനായതിന്റെ പേരിൽ കുറ്റം ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. പോലീസിന് സംശയം തോന്നുകയാണെങ്കിൽ അനൂപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും പോലീസിനുണ്ട്. അത് തടയാൻ ജില്ലാ കളക്ടർക്ക് യാതൊരു അവകാശവുമില്ല. അനൂപ് അങ്ങയുടെ ആത്മമിത്രം അബൂബക്കറിന്റെ കസിനായ നൂർജഹാനെ നിയമപരമായി വിവാഹം കഴിച്ചത് കേസിൽ പ്രതിയാക്കപ്പെടാനുള്ള കാരണമായി ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ കുത്തിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന ആ കോളേജ് ഹോസ്റ്റലിലെ കേസിൽ അനൂപിനെ പെടുത്തിയത് മനഃപൂർവ്വമാണെന്ന് ഏത് കോടതിക്കും മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം അനൂപ് എന്റെ കൂടെ പൗർണമി പൂജയ്ക്ക് ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവും എന്റെ പക്കലുണ്ട്. കോടതിയിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണ് അനൂപിന് വേണ്ടി സാക്ഷി പറയാൻ വരുന്നത്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്തത്തിൽ ഞാനാണ് അനൂപിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്ക് അങ്ങനെ ഒരു പവർ കൂടിയുണ്ടെന്ന് IG സാറിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നീ നൂർജഹാനെ വിളിച്ചോണ്ട് കാറിലേക്ക് കയറ്. എന്താ ഹമീദ് സാറേ ഈ നോക്കിയിരിക്കുന്നത്? ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ. അവന്റെ ഒപ്പം നൂർജഹാനെ പോകാൻ അനുവദിക്കരുത്. ഹലോ 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 ഒരു മിനിറ്റ്. ഈ നിയമം അറിയുന്നവർ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് നിയമം അറിയാത്ത നമ്മളെ പോലുള്ളൊരു കാഴ്ചക്കാരായി നോക്കിക്കാനേ പാടുള്ളൂ. മനസ്സിലായ? അതല്ലെങ്കിൽ ഈ വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മളെ പോലുള്ളവർക്ക് എന്താണ് കാര്യം ഇവര് എന്നെ ചോദിക്കും. കേട്ടിട്ടില്ലേ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നെടുത്ത് കാര്യമൊന്ന്? ഹമീദ് സാറേ, കാര്യങ്ങളൊക്കെ ഹമീദ് സാറിന് മനസ്സിലായ പോലെ കൂട്ടുകാരനെ മനസ്സിലായിട്ടില്ല. ഇവര് നിയമപരമായി വിവാഹം കഴിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കത്തിക്കുത്ത് കേസില് അനൂപിനെ ഉൾപ്പെടുത്തിയതെന്നും അതിന് കളക്ടർ നേരിട്ടെത്തി തെളിവ് സഹിതം അനൂപ് നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തപ്പോ കളി ഇവിടെ അവസാനിപ്പിച്ചേ അല്ലേ? ഇനിയിപ്പോ ഇത് കോടതി പോയ വാദി പ്രതിയാവുന്ന് ഹമീദ് സാറിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അല്ല അതുകൊണ്ടാണ് ഹമീദ് സാർ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. അല്ല ഹമീദ് സാറ്, അപ്പൊ എങ്ങനെയാ ഈ കേസ് ഇവിടെ തീരല്ലേ? തീരുകയില്ലെങ്കിൽ നൂർജഹാൻ എന്ന പെൺകുട്ടിയുടെ സ്വത്ത് തട്ടിയെടുക്കാനായി അബൂബക്കർ നൂർജഹാനെ ക്രൂരമായി ഉപദ്രവിച്ചതടക്കം നൂർജഹാന് കോടതിയിൽ പറയേണ്ടി വരും. പിന്നതേ ഇയാള് കാണിച്ച ക്രൂരതകൾ അനൂപിനെ കെട്ടിയിട്ട് തല്ലിയതടക്കം കേസാക്കിയാലേ ഹമീദ് സാറിന്റെ ഒരു സ്വാധീനത്തിനും അബൂബക്കറിനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. ഒരു തുറന്ന യുദ്ധത്തിന് IPSഉം IASഉം തമ്മില് നിക്കണോ? അതും ഈ പാവം പിടിച്ചൊരു പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയുള്ള ഈ തരം താഴ്ന്നൊരു കളിയില്. എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തിയാലും ബാപ്പ നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ ഏത് കോടതിയാ കണ്ണു തുറക്കാതിരിക്കുക?